നമ്മുടെ പ്രകൃതിയിൽ നിന്നും അന്നും ഇന്നും എന്നും മനുഷ്യരാശിക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വളരെ നിഗൂഢമായി ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. അതിൽ നമ്മെ ഏറ്റവും അത്ഭുതപ്പെടുത്താൻ പോകുന്ന ഒന്നിനെപ്പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ശാസ്ത്ര ലോകത്തിന് തന്നെ വളരെ മുതൽക്കൂട്ടാകുന്ന ഒരു കാര്യം. നമ്മൾ വളരെ നിസ്സാരമായി കരുതുന്ന ചെറു പ്രാണികൾ പോലും ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ ഗതി പോലും മാറ്റിമറിച്ചേക്കാം. അതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് തേനീച്ചകൾ. തേനീച്ചകൾക്ക് സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയാനാകുമോ? അവയെ ഉപയോഗിച്ച് ചിലയിനം ക്യാൻസറുകൾ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? മയക്കുമരുന്നുകളുടെ ചെറിയൊരു സാന്നിധ്യം പോലും ഇവ എങ്ങനെയാണ് കൃത്യമായിട്ട് തിരിച്ചറിയുന്നത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രം എന്താണ്? അപ്പോൾ ഇതൊക്കെ അറിയാൻ കൗതുകമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ആഴത്തിലേക്ക് ഇറങ്ങി ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് കളയാം. വർഷം 1890കളുടെ അവസാന കാലഘട്ടം. അന്നത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള റഷ്യൻ സൈക്കോളജിസ്റ്റ് ഇവാൻ പാവ്ലോവ് ചില പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു വളർത്തു നായയുടെ നാവിനടിയിൽ നിന്നും പ്രത്യേക രീതിയിൽ ട്യൂബ് കണക്ട് ചെയ്ത് ടെസ്റ്റ് ട്യൂബുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നു. ഇതിനുശേഷം അദ്ദേഹം നായയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുത്തു. ഓരോ തവണ നായ ഈ ഭക്ഷണ സാധനങ്ങൾ കാണുകയും രുചിക്കുകയും ചെയ്യുന്ന സമയത്ത് നായയുടെ നാവിൽ നിന്നുള്ള ഉമിനീർ കൃത്യമായിട്ട് ഈ ട്യൂബിലൂടെ കടന്ന് ടെസ്റ്റ് ട്യൂബിലേക്ക് എത്താൻ തുടങ്ങി. അദ്ദേഹം ഈ ടെസ്റ്റ് ട്യൂബിലെത്തിയ ഉമിനീർ കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി വെച്ചു. ഇതിനുശേഷം അദ്ദേഹം പരീക്ഷണത്തിൻ്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റിപ്പിടിച്ചു. എന്തെന്ന് വെച്ചാൽ നായ കാണാത്ത രീതിയിൽ വലിയൊരു മറ ഉണ്ടാക്കി ആ മറയുടെ അപ്പുറത്തെ സൈഡിൽ ഒരു മണി കണക്ട് ചെയ്തു. ആ മണി കൃത്യമായിട്ട് അടിക്കുന്ന സമയത്ത് മാത്രം ഫുഡ് കൊടുക്കുന്ന രീതിയിലേക്ക് അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ കൃത്യമായിട്ട് ഫുഡ് കൊടുക്കുന്ന സമയത്ത് മണി അടിക്കും, മണി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായ ഫുഡ് കഴിക്കുകയും ചെയ്യും. ഈ പരീക്ഷണം ദിവസങ്ങളോളം തുടർന്നു. അങ്ങനെ ഒരു ദിവസം ഭക്ഷണമൊന്നുമില്ലാതെ മണിയടി ശബ്ദം മാത്രം കേൾപ്പിച്ചു. നായ പെട്ടെന്ന് ചാടി എണീറ്റ് ആ ഒരു ചെറിയ ഹോളിലൂടെ നോക്കി. അതിൻ്റെ വായിൽ നിന്ന് ഉമിനീർ സ്രവിക്കുന്നുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് പാവ്ലോവ് അളന്ന് തിട്ടപ്പെടുത്തി. അതായത് ഫുഡ് കാണുമ്പോൾ ഉണ്ടാകുന്ന അതേ ഉമിനീർ ക്വാണ്ടിറ്റി, ഒരുപക്ഷെ അതിലേറെ ഉമിനീര് ഇത്തവണ അതിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? നായ ആഹാരം കഴിക്കുമ്പോൾ കൃത്യമായിട്ട് മണിയടി ശബ്ദം കൊടുത്തിരുന്നു. അതൊരു സിഗ്നലാണ്. ആ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യസമയത്ത് ആഹാരം കിട്ടുമെന്നും അതിന് യഥേഷ്ടം കഴിക്കാമെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ആ ഒരു മണിയടി ശബ്ദത്തോട് നായ അസോസിയേറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു ട്രിഗർ കിട്ടുന്ന എപ്പോഴാണോ അന്നേരം നായ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു പ്രതിഭാസത്തെയാണ് സൈക്കോളജിയിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ജീവിയുടെ അതിനാവശ്യമുള്ള ഘടകങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ ഭക്ഷണം, വെള്ളം, ഇവയൊക്കെ ഒരു എക്സ്റ്റേണൽ സിമുലേറ്ററിൻ്റെ സഹായത്തോടു കൂടി അതിന് നൽകുകയാണെങ്കിൽ പിന്നീട് ആ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ട്രിഗർ, അതായത് നമ്മളിപ്പോൾ ബെല്ലാണെങ്കിൽ ബെല്ല്, ലൈറ്റ്, അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ശബ്ദം, വിസിലടി, ഇതൊക്കെ മുഖാന്തരം ആ ജീവിയെ വീണ്ടും അത് ട്രിഗർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അത് വച്ചു പുലർത്തുന്നു. ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ സ്ഥിരമായിട്ട് ഐസ്ക്രീം മേടിക്കാൻ നേരത്ത് മണിയടി ശബ്ദം കേട്ടുകൊണ്ടാണ് ഐസ്ക്രീം വണ്ടിയുടെ പുറകെ പോകുന്നത്. പിന്നീട് നമ്മൾ എവിടെയെങ്കിലും ആ ഒരു മണിയടി ശബ്ദം ആ ഒരു ഫ്രീക്വൻസിയിൽ കേൾക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഐസ്ക്രീമിൻ്റെ കാര്യം മനസ്സിൽ വരും, നമ്മൾ പുറമേ ഇറങ്ങി നോക്കും. ഇതും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇങ്ങനെയൊരു തിയറിയെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് സർക്കസുകളിൽ മറ്റും മൃഗങ്ങളെ കൊണ്ട് അഭ്യാസങ്ങൾ കാണിപ്പിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും അറിയാം ഈ അഭ്യാസങ്ങൾക്ക് ശേഷം അതിന് നല്ലൊരു റിവാർഡ് അഥവാ ഫുഡ് അവിടെ കാത്തിരിപ്പുണ്ടെന്നുള്ളത്. ഇത് തന്നെ പോലീസ് നായകൾ, പ്രത്യേകം ട്രെയിൻ ചെയ്തിട്ടുള്ള മൃഗങ്ങൾ, പക്ഷികൾ, ഇവയിലെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും നല്ലൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 1, 2 ലോകമഹായുദ്ധങ്ങളുടെ കാലഘട്ടങ്ങളിൽ പ്രാവുകളെ
കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് ശത്രു വിമാനങ്ങൾക്കെതിരെ, ശത്രുവിൻ്റെ കപ്പലിനെതിരെ ടാർഗറ്റ് കണ്ടെത്തി അതിനെ നശിപ്പിക്കാനുള്ള രീതിയിൽ ബോംബുകൾ വച്ച് ചാവേറുകളായിട്ട് വിട്ടിരുന്നു. ഏകദേശം 95% ആക്യുറസിയോടുകൂടി തന്നെ ഈ പ്രാവുകൾ എത്തേണ്ട ആ ടാർഗറ്റിൽ എത്തപ്പെട്ട് ആ കൊക്കുകൾ കൊണ്ട് ആ ഒരു ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യുന്നു. ആ ടച്ച് ചെയ്യുന്ന സമയത്ത് ട്രിഗർ ചെയ്യുന്ന ബോംബ് കൃത്യമായിട്ട് പൊട്ടി ശത്രു രാജ്യത്തിൻ്റെ മിസൈലുകളോ അല്ലെങ്കിൽ വിമാനങ്ങളോ കപ്പലുകളോ ഒക്കെ നശിപ്പിച്ചിരുന്നു. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു പ്രാവിനെ കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോട്ട്, അതായത് ആ ഡോട്ടിൻ്റെ പൊസിഷൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതിൽ കൊത്താൻ അനുവദിക്കും. അങ്ങനെ കൊത്തുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ കൊത്തിന് ശേഷം, അതായത് പ്രത്യേക കൗണ്ടിന് ശേഷം അതിനൊരു ഫുഡ് റിവാർഡായിട്ട് കൊടുക്കും. ഈ പ്രക്രിയ പല ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ ആവർത്തിക്കും. ഇങ്ങനെ ആവർത്തിച്ച് കഴിയുമ്പോൾ ആ ഒരു പ്രാവിന് മനസ്സിലാവും ഈ ഒരു ടാർഗറ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൊത്തു കൊടുക്കാം. അങ്ങനെ കൊത്തു കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഫുഡ് കിട്ടും. അങ്ങനെ ആ ഒരു റിവാർഡ് ഇതിൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന് സാമ്യമുള്ള ഒരു ടാർഗറ്റിലേക്ക് ഇതിനെ പറത്ത് വിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് അവിടെ ചെന്നിടിച്ച് അതിലുള്ള സർക്യൂട്ട് ആക്ടിവേറ്റ് ആയി ബോംബിട്ട് നശിപ്പിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു ആധുനിക രൂപമാണ് ശത്രു രാജ്യങ്ങൾ എഴുതിവിടുന്ന ഡ്രോണുകളെ കൃത്യമായിട്ട് പരുന്തുകളെ കൊണ്ട് താഴെ ഇറക്കിപ്പിക്കുന്നത്. അത് ഒരു ഇലക്ട്രോണിക് ഒരു കൗണ്ടർ മെഷറിനെക്കാട്ടിലും, അതായത് ഇലക്ട്രോണിക്കായിട്ട് ഉപയോഗിക്കുന്ന റോബോട്ടിനെക്കാട്ടിലും വളരെ ആക്യുറേറ്റ് ആയിട്ടും അതുപോലെ ചിലവ് കുറഞ്ഞ രീതിയിലും ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. ഇനി നമ്മുടെ പ്രധാന ടോപ്പിക്കിലേക്ക് വരാം. എങ്ങനെയാണ് തേനീച്ചകൾ കൃത്യമായിട്ട് ബോംബും അതുപോലെ തന്നെ മയക്കുമരുന്നുകളും ചിലയിനം ക്യാൻസറുകളൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്? എന്തായാലും അവിടെ ഈ പറയുന്ന തേനീച്ചകൾക്ക് കാഴ്ച പരിമിതിയുണ്ട്. നേരിട്ട് ഒരു വസ്തുവിനെ കണ്ട് ടാർഗറ്റ് ചെയ്യാനുള്ള അത്രയും ബുദ്ധിവികാസമൊന്നും വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. തേനീച്ചകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് കാണുന്നത് ലക്ഷക്കണക്കിന് വരുന്ന വ്യത്യസ്ത ഗന്ധങ്ങളെ കൃത്യമായിട്ട് അതിന് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. മനുഷ്യന് പോലും 10,000-ൽ താഴെയുള്ള ഗന്ധങ്ങളെ വേർതിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം തേനീച്ചയുടെ ഒരു ഘ്രാണശക്തി എന്തുമാത്രം ഉണ്ടെന്നുള്ളത്. വ്യത്യസ്ത ഗന്ധങ്ങൾ തിരിച്ചറിയുക മാത്രമല്ല, അതിനോട് പ്രതികരിക്കുന്ന, അതായത് റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിരിക്കും തേനീച്ചകളിൽ. നമുക്കൊക്കെ ഒരു മണം അത് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണെന്ന് അറിയാൻ അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ ഏതാനും സെക്കൻഡുകൾ വേണം. എന്നാൽ ഒരു തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം 100 മില്ലി സെക്കൻഡ് താഴെ മതി ഒരു ഗന്ധം ഡിക്റ്റേറ്റ് ചെയ്താൽ അതിനുമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു കഴിവിനെ പ്രയോജനപ്പെടുത്തിയിട്ടാണ് തേനീച്ചകളെ കൊണ്ട് ബോംബും മയക്കുമരുന്നൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അതിനാദ്യം തന്നെ ചെയ്യേണ്ടത് നല്ല ഒരു തേനീച്ച കൾച്ചർ അല്ലെങ്കിൽ തേനീച്ചയുടെ കൂട് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് ഇതേ രീതിയിൽ വാക്വം സക്ക് ചെയ്ത് തേനീച്ചകളെ കളക്ട് ചെയ്യുന്നു. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പം നമ്മൾ കളക്ട് ചെയ്ത ഈ തേനീച്ചകൾ വളരെയധികം അഗ്രസീവാണ്. അപ്പോൾ അവരെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഒന്ന് ചില്ലിയിപ്പിക്കുന്നു. അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള റെഫ്രിജറേറ്ററിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ പിന്നീട് അവയെ ഒരു ലോഡിംഗ് മെഷീനിലേക്ക് കടത്തിവിടുന്നു. ഈ ലോഡിംഗ് മെഷീനിൽ ഒന്നൊന്നായിട്ട് തേനീച്ചകൾ ആ സെൻസർ കാട്രിഡ്ജ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലേക്ക് നയിക്കപ്പെടുന്നു. അതിനുശേഷം ഈ തേനീച്ചയും ഈ ബ്ലോക്കും അടങ്ങുന്ന ആ യൂണിറ്റിനെ നമ്മളൊരു എക്സ്പ്ലോസീവ് ഗ്യാസിൻ്റെ പ്രസൻസിൽ, അതായത് ഉദാഹരണം പറഞ്ഞ TNTയുടെ ചെറിയൊരു ബാഷ്പം ഈ ഒരു മൊഡ്യൂളിലേക്ക് അടുപ്പിച്ചതിന് ശേഷം തേനീച്ചകൾക്ക് പഞ്ചസാര ലായനി മുക്കി ഇതേ രീതിയിൽ ഫീഡ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഓരോ തവണ എക്സ്പ്ലോസീവിൻ്റെ മണം വരുമ്പോഴും പഞ്ചസാര ലായനി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം തേനീച്ചകളെ യഥാർത്ഥ ഫീൽഡിലേക്ക് വിടുന്നു. അവിടെ വച്ച് എന്തെങ്കിലും വിഷവാതകമോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ട്രെയിൻ ചെയ്യിപ്പിച്ച് രാസവസ്തുവിൻ്റെ സാമീപ്യം എന്തെങ്കിലും ഇത് ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇത് നാക്ക് നീട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ ക്യാമറയുടെ സഹായത്തോടുകൂടി കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു വിഷ്വലായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. അതായത് എത്ര തേനീച്ചകൾ ഇതേ രീതിയിൽ നാക്ക് നീട്ടി, അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു വിഷവാതകത്തിൻ്റെ സാന്നിധ്യം എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധ്യമാണ്. ഇതുകൂടാതെ ഇൻഫ്രാറെഡ് LED-യും ഫോട്ടോ ഡയോഡ് ഉപയോഗിച്ചും നമുക്ക് ഈ തേനീച്ചകളുടെ നാക്കിൻ്റെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് എന്തെങ്കിലും വിഷവാതകം ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാവം തേനീച്ചകൾ അതിന് കിട്ടാനുള്ള ആഹാരമാണെന്ന് കരുതി നാക്ക് നീട്ടുന്നു. അപ്പോൾ ഈ പറയുന്ന LED എന്ന് വരുന്ന ഇൻഫ്രാറെഡിനെ ഒരു അല്പം അബ്സോർപ്ഷൻ അവിടെ സംഭവിക്കുന്നു. അപ്പോൾ ഇതിനെ അനലൈസ് ചെയ്ത് വഴി എത്ര തവണ ഇത് നാക്ക് നീട്ടിയെന്നുള്ളതും അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് മാപ്പ് ചെയ്യാൻ സാധ്യമാണ്. ഇനി നമ്മൾ ഇതേ കാര്യം തന്നെ ഒരു ഇലക്ട്രോണിക് സെൻസർ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയം അതിന് ഒരു കോമ്പൗണ്ടിനെ മാത്രമേ ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധ്യമാകത്തുള്ളൂ. അതായത് ഒരു സെൻസർ ആ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഗ്യാസ് സെൻസറുകൾ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് സെൻസർ, ഇനി എക്സ്പ്ലോസീവായിട്ടുള്ള ഗ്യാസ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന സെൻസറുകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു പരിധി എന്ന് പറഞ്ഞാൽ ആ ഒരു റേഞ്ചിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഇത്തരം സെൻസറുകൾ
ഒന്ന് പ്രവർത്തിച്ച് വരണമെങ്കിൽ അതിന് ചൂടാവണം. ചൂടായതിനു ശേഷം ഒരു റെസ്പോൺസ് ടൈം ഉണ്ടല്ലോ, അതായത് ഈ ഒരു വസ്തുവിനെ ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്ന സമയം വളരെയധികം കൂടുതലാണ്. 3-4 സെക്കൻഡുകൾക്ക് ശേഷം മാത്രമായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. അതും ഇത്ര ശതമാനത്തിന് മേളിൽ അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ ഇതിനൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതേസമയം തേനീച്ചകളെ ഓരോ ബാച്ചുകളാക്കി ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് ഓരോ ബാച്ചിനും പ്രത്യേകം രാസവസ്തുക്കളെ തിരിച്ചറിയിപ്പിക്കാനുള്ള പരിശീലനങ്ങൾ കൊടുക്കാം. അങ്ങനെ പരിശീലനം സിദ്ധിച്ച തേനീച്ചകൾ അതാത് രാസവസ്തുക്കൾ എത്തുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഡിക്റ്റേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിനെ പ്രയോജനപ്പെടുത്തിയാണ് ഈ പറയുന്ന മയക്കുമരുന്നുകളും നിരോധിച്ചിട്ടുള്ള രാസവസ്തുക്കളൊക്കെ വളരെ കൃത്യമായിട്ട് തേനീച്ചകളെ കൊണ്ട് കണ്ടുപിടിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് ആ ഒരു രാസവസ്തുവിൻ്റെ ചെറിയൊരു അംശം മാത്രം ആദ്യം ട്രെയിനിങ്ങിൻ്റെ സമയത്ത് കൊടുത്താൽ മതി. പിന്നീട് അതിൻ്റെ ആ ഒരു മെമ്മറിയിൽ ഇത് കടന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, എയർപോർട്ടിലും മറ്റും സ്നിഫർ ഡോഗുകളെ ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതായത് മയക്കുമരുന്ന്, അതേപോലെ തന്നെ സ്ഫോടക വസ്തുക്കൾ, ഇതെല്ലാം കണ്ടെടുക്കാൻ സ്നിഫർ ഡോഗുകൾ സഹായകരമാണ്. പക്ഷേ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, ഒരു ഡോഗിന് വേണ്ട ഫുഡിൻ്റെ അളവ് നമുക്കറിയാലോ, ഒരു ദിവസം എത്രമാത്രം ആഹാരമാണ് അതിന് കൊടുക്കേണ്ടത്, അതിനെ കൃത്യമായിട്ട് വാക്സിനേറ്റ് ചെയ്യണം, അതിൻ്റെ ഹെൽത്ത് നോക്കണം. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തേനീച്ചകൾ ചിലവ് കുറവാണ്. ഇത് മാത്രമല്ല, സ്നിഫർ ഡോഗുകൾക്ക് ആ ഒരു പ്രത്യേക രീതിയിലുള്ള കോമ്പൗണ്ടിനെ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ ഈ പറയുന്ന തേനീച്ചകൾ ഏതാനും മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കൃത്യമായിട്ടുള്ള റെസ്പോണ്ട് തരുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇവിടം കൊണ്ടും തേനീച്ചകളെ കൊണ്ടുള്ള സേവനങ്ങൾ അവസാനിക്കുന്നില്ല. വൈദ്യശാസ്ത്ര മേഖലയിൽ പ്രത്യേകിച്ച് ക്യാൻസർ ഡിറ്റക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തേനീച്ചകളെ കൊണ്ട് വളരെയധികം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ക്യാൻസർ എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള വളരെ വികലമായിട്ടുള്ള വളർച്ചയും അതിൻ്റെ വ്യാപനവുമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ക്യാൻസർ സെല്ലിൽ നിന്ന് പ്രത്യേക തരത്തിലുള്ള കെമിക്കൽ കോമ്പൗണ്ട് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ടിനെ ഉപയോഗിച്ച് നമ്മൾ തേനീച്ചകളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ക്യാൻസർ പേഷ്യൻ്റ് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെയൊരു കെമിക്കൽ റിലീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യാൻ തേനീച്ചകൾക്കാവും. ഇവിടെ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്, എല്ലാം തികഞ്ഞവരാണ് മനുഷ്യരെന്നുള്ള ചിന്ത വെറും വിഡ്ഢിത്തം മാത്രമാണ്. നമ്മൾ മനുഷ്യർക്ക് നേരിട്ട് തിരിച്ചറിയാൻ സാധ്യമല്ലാത്ത വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചെറിയ ജീവികളും പ്രാണികളും തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും, ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.